ഹായ് നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമായിട്ടുള്ള ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റും. നല്ലൊരു 23 സെൻറ്റ് നല്ലൊരു ലെവൽ പ്ലോട്ട് തന്നെ നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നത് ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കാലിക്കടവ് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് ചന്തേര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഇതാ അമ്പലത്തിൻ്റെ ഈ തൊട്ട് ഫ്രണ്ടിലാ കാണുന്നതാണ് നമ്മളെ സ്ഥലം. നല്ല ലെവൽ പ്ലോട്ടാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം കേട്ടോ. മൊത്തം 23 സെന്റ് സ്ഥലമാണ് വരുന്നത്. ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മളെ കാലിക്കടവ് നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് ഇതാണ് ചന്തേര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചന്തേര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കാണ് എത്തുക. പിന്നെ വണ്ടികളൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത കണ്ടില്ല, അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾതാമസമൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശം തന്നെയാണ്. ഇതാ നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് പീലിക്കോടും അതുപോലെ വില്ലേജ് മാണിയാട്ടാണ് വരുന്നത്. അതുപോലെ താലൂക്ക് നമുക്ക് ഹൊസ്തുർഗാണ് കേട്ടോ. സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഒക്കെ കാണിച്ചത് അതാണ്. ഇവിടുന്ന് തുടങ്ങാണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ കിടക്കാണ്. ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അത് നോക്കി നമ്മളെ റോഡ് പ്ലോട്ടിന്റെ രണ്ട് സൈഡിലും, ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിന് രണ്ട് സൈഡും റോഡ് സൗകര്യം വരുന്നുണ്ട്. പിന്നെ തൊട്ട് ഫ്രണ്ട് തന്നെ നമുക്ക് അമ്പലമാണ് വരുന്നത്. രാവിലെ എന്താ പറയുക, അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് രാവിലെ കുളിച്ചിറങ്ങി പെട്ടെന്ന് അമ്പലത്തിൽ പോയി വരാനാണെങ്കിലും ഒക്കെ സുഖമാണ്. പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് കണ്ട് ഞങ്ങൾ തൊട്ട് ഫ്രണ്ട് തന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കാണുന്നത് ഓഡിറ്റോറിയമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ തന്നെ ഓഡിറ്റോറിയമാണ്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ. ഈ എന്താ പറയുക 2-3 വീടൊക്കെ വെക്കാൻ സൗകര്യത്തിനുള്ള അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. വലിയ നല്ല എന്താ പറയുക ലെവലായി കിടക്കുന്ന ഭൂമി തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ടാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. നോക്കി, ഇതാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടം വരെയാണ് അതിൻ്റെ അതിര് വരുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു സൈഡിലോട്ടാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമുക്ക് അതിനകത്തോട്ടൊന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ടൊന്ന് പോയിട്ട് നോക്കാം. അതിനകത്ത് പോയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽ ഒന്ന് കാണാൻ നോക്കിയാൽ നല്ല ലെവലായി കിടക്കുന്ന ഭൂമിയാണ്. ഇങ്ങേ തലയ്ക്ക് നമുക്ക് അങ്ങേ തല വരെ നമുക്ക് മൊത്തത്തിൽ കാണാം കേട്ടോ. ഇങ്ങനെ ഒറ്റ ലെവലായിട്ട് കിടക്കുന്ന ഒറ്റ പ്ലോട്ടാണ്. ഇവിടെ നോക്ക്. ഇപ്പം നിലവിൽ ഇതിനകത്ത് ഇതേപോലെ കുറച്ച് തെങ്ങുകളൊക്കെയാണ് ഉള്ളത്. അത്യാവശ്യം കായ പിടിക്കുന്ന നല്ല തെങ്ങും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇനിയിപ്പോൾ ഒരു വീട്ടിൽ തന്നെ ചേട്ടനനിയന്മാരൊക്കെ ആയിട്ടുള്ളവർക്ക് എന്താ പറയുക ഷെയർ ചെയ്തിട്ട് 2-3 വീടൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വീടൊക്കെ വെക്കാൻ പറ്റും നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ കണ്ടില്ല നിങ്ങൾ, ചുറ്റുഭാഗം ഇതേപോലെ ബൗണ്ടറി തിരിച്ചിട്ടേക്കണതാണ്. അതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടാണേലും ബാക്ക് സൈഡിലോട്ടാണെങ്കിലും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഇവിടുന്ന് മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക അത്യാവശ്യം ടൗണും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെയുള്ള നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. സ്കൂളാണെങ്കിലും നമുക്ക് കാലിക്കടവ് എത്തിക്കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ പോയാൽ സ്കൂൾ സൗകര്യം ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലോട്ട് തന്നെ കേട്ടോ. എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ട്? നല്ല കിടിലം പ്ലോട്ട് തന്നെ, അത്യാവശ്യം നല്ല ലെവലായി കിടക്കുന്ന ഒരു ഭൂമി തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും 45 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചന്തേര റെയിൽവേ സ്റ്റേഷനുള്ള വെറും നടക്കാനുള്ള ദൂരത്തിൽ മാത്രമാണ് നമ്മളെ ഒരു റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തിലും ഒരുവിധം എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടൗണും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ സെന്റിന് വെറും 3.25 ലക്ഷം ഉറുപ്പിയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പടപടയാറിന് വിളിക്കുക. ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഓണർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ, അതായത് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ വിളിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.